ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദുമ ഗ്രാമപഞ്ചായത്ത് ജലജീവനം ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളും പച്ചത്തുരുത്തുകളും സംരക്ഷിക്കുന്നതിനും ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം തടയുന്നതിനുമായി സമഗ്രമായ പരിപാടികൾക്കാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജലജീവനം ജല ബജറ്റ് ശില്പശാലയിൽ രൂപം നൽകിയത്. പാലക്കുന്നിലെ പഞ്ചായത്ത് കാര്യാലയം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം ചെയ്തു. 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്കകത്ത് പെയ്ത മഴയുടെ കണക്കെടുത്തുകൊണ്ട് ആ മഴയുടെ ലഭ്യതയും അതുപോലെ തന്നെ അത് ലഭിക്കുന്നതിനാവശ്യമായ മഴ മാത്രമല്ല, നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യതയില്ലാതെ ഒട്ടേറെ സോഴ്സുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പോൾ ആ സോഴ്സുകളൊക്കെ കണക്കെടുത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കും കൂടെ വേണം. കാരണം വരവ് ഉണ്ടാകുന്നത് നമ്മുടെ പെയ്യുന്ന മഴയുടെ കണക്ക്, അതോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകളുടെ കണക്ക്, അതൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ചെലവ് എന്തൊക്കെയാണ്. നമുക്ക് ഗാർഹിക ആവശ്യത്തിന് വെള്ളം വേണം, അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിന് വെള്ളം വേണം, വ്യവസായത്തിന് വെള്ളം വേണം. ഇങ്ങനെ ഓരോ വെള്ളത്തിൻ്റെ ആവശ്യതയും താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ അധ്യക്ഷനായി. ഹരിതകേരളം ജില്ലാ കോർഡിനേറ്റർ ബാലചന്ദ്രൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷമൊന്നുമില്ല. നമുക്ക് ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജലത്തിൻ്റെ പ്രശ്നമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ കുടിവെള്ളം ഇവിടെ വിതരണം നടത്തുന്നുണ്ട് എന്നുള്ളത്. കുടിവെള്ളം വിതരണം നടത്തുന്നത് എന്ന് പറയുമ്പോഴാണ് ജല ബജറ്റിൻ്റെ ഇന്ന് ഈ വർഷം മാത്രമല്ല വർഷങ്ങളായിട്ട് ഉദുമയിൽ കുടിവെള്ളം വിതരണം നടത്തുന്ന ഒരു പഞ്ചായത്താണ്. ഇങ്ങനെ ഈ കുടിവെള്ളം വിതരണം നടത്തുന്നത് എങ്ങനെ നമുക്ക്, അതായത് ടാങ്കിൽ കൊണ്ടുപോയിട്ട് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ഇല്ലാതാവുന്ന ഒരു കാലം, അതായത് ജലസമൃദ്ധമായിട്ടുള്ള ഒരു ഉദുമയിൽ പ്രകൃതിദത്തമായിട്ട് ഉദുമയിൽ ധാരാളമായിട്ട് ജലസ്രോതസ്സുകളുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം TV രാധിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സുധൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹംസ ദേളി, P ലക്ഷ്മി, മംഗള ടീച്ചർ, അംഗങ്ങളായ CK അശോകൻ, മുഹമ്മദ് ഷിയാസ് കാപ്പിൽ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പ്രഭാകരൻ തെക്കേക്കര, തൊഴിലുറപ്പ് AE മോണിക്ക, കൃഷി ഓഫീസർ വിനീത്, BMC കൺവീനർ സൈനബ അബൂബക്കർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രവീൺ സ്വാഗതവും CDS ചെയർപേഴ്സൺ സനുജ സൂര്യപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.